മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും വേദിയിലിരുത്തിയിട്ട് അവരുടെ മണ്ടക്കടിക്കുന്നത് പോലെ ഒരു പ്രഖ്യാപനം നടത്തിയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തില് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും പ്രത്യേകിച്ച് ഇതൊരു വാർത്തയോ ഇതിന് പ്രത്യേക ഒരു ശ്രദ്ധയോ ഒന്നും കൊടുത്തിട്ടില്ല, ജനങ്ങളിലേക്ക് അങ്ങനെ എത്തിച്ചിട്ടുമില്ല. എന്നാൽ ഞാൻ ഇവിടെ അത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. രമേശ് ചെന്നിത്തലയെയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ഒരേ വേദിയിൽ ഇരുത്തിയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തില് വി രാജേഷ് പോലീസിനെതിരെ യജ്ജാതി അടി അടിച്ചത് ഞാൻ ആ വേദിയിലെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചതും ഞാൻ ഇവിടെ കൊടുക്കാം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർ പാരി ഭരിച്ചാലും അവരങ്ങനെയൊക്കെ തന്നെ ഇരിക്കേണ്ടതാണല്ലോ. അപ്പൊ നമുക്ക് ഏതായാലും വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും രാഷ്ട്രീയപരമായിട്ട് മണ്ടക്കടിച്ചതൊന്ന് കേട്ടു നോക്കാം. നിങ്ങളത് കേട്ടു നോക്കൂ. സമരം നടന്നപ്പോഴേക്കും എൻ്റെ മേയറുടെ റൂം വരുമല്ലോ. അപ്പോൾ എൻ്റെ ഓഫീസ് പലരും വിളിച്ചു പറഞ്ഞു മേയറുടെ റൂം. ഞാൻ പറഞ്ഞു ചെയ്തോട്ടെ, അത് ആ ഡോർ മാത്രം ഒന്ന് എനിക്ക് വരുമ്പോഴേക്കൊന്ന് അകത്ത് കയറണം, എന്നെ കാണാൻ ആരെങ്കിലും വരണമെങ്കിൽ കയറണം. രണ്ട് സൈഡിൽ വരുന്ന അവർ 24 മണിക്കൂർ ഉപയോഗിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. സമരം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ്. സമരം ചെയ്യുന്നത് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. 10 മണിക്ക് പോകേണ്ട ഞാൻ സമരം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. 10 മണിക്ക് പോകേണ്ട ഞാൻ 12 മണി വരെ മറ്റുള്ള പരിപാടികളിലൊക്കെ പോയിട്ടിരുന്നു. 12 മണിയായപ്പോഴേക്ക് പിന്നെ പോകാതിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ അടുത്ത വാർത്ത വരാൻ പോകുന്ന മേയർ ഒപ്പിടാത്തതുകൊണ്ട് ചെക്ക് ഒപ്പിടാത്തതുകൊണ്ട് പെട്രോൾ മുടങ്ങി വണ്ടി വഴിയിലായെന്ന് എനിക്ക് അടുത്ത വാർത്ത. ഞാനവിടെ ചെന്നിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറി വെക്കുള്ളൂ. അകത്ത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആ ഡോറിന്റെ മുമ്പിലുള്ള പോലീസ് ഇരിക്കുന്നവരൊന്ന് മാറ്റിയിട്ട് ഒരാളിനകത്ത് കയറണം, അത്രമാത്രം മതി. മുദ്രാവാക്യം വിളിക്കുന്നത് ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറി. ഞാൻ അകത്ത് കയറിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴേക്കും മേയർ 1-ാം പ്രതിയായിട്ടാണ് FIR. ഞാൻ മനസ്സിലാക്കിയിട്ട് മേയർ 1-ാം പ്രതിയായിട്ട് ആദ്യത്തെ FIR വരികയാണ്. അതിനുശേഷമാണ് സമരം ചെയ്തവർ. അപ്പോൾ മാധ്യമക്കാരെ എന്നെ വിളിച്ചു, മേയർ 1-ാം പ്രതിയാണ്, എന്താണ് റെസ്പോൺസ്? ഞാൻ റെസ്പോൺസും ഇല്ല. 6 മാസമല്ലേ ഉള്ള മേയർ ആയിട്ട്, 10-20 വർഷം ഒരുപാട് ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കേസ് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വളരെ ലൈറ്റായിട്ട് പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ EDയുടെ അന്വേഷണം നടന്നു. EDയുടെ അന്വേഷണം നടന്നിട്ട് 12,000-3,000 പേര് നിൽക്കുന്ന സ്ഥലത്തേക്ക് വനിതകൾ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ഇറങ്ങി പോകാൻ പറയാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, പോലീസ് പുറത്തുണ്ടെന്ന് പറയുകയാണ്. 2,000-3,000 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകാത്ത ധാർമ്മിക രോഷം 6 പേരുള്ള സ്ഥലത്ത് തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാൻ വേണ്ടി കാണിക്കുന്ന പോലീസ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനറലായിട്ട് പോലീസിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിന് പോലീസിനെ കുറിച്ചുള്ള അസസ്മെന്റ് വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വേദിയിൽ ഇരുത്തിയിട്ട ഇജാതി അടി അങ്ങ് മേയർ അങ്ങ് അടിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തല സുഗതന്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ച് ആകാശത്തേക്ക് വെടിവെച്ചതൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ? അത് ഉൾപ്പെടെ എടുത്തങ്ങ് പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തലയെ ഇരുത്തിക്കൊണ്ട് അവരുടെ ഈ സതീശന്റെയും അതേപോലെ ചെന്നിത്തലയുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് കാണണോ? ചരിത്രത്തിൽ ഇതുപോലെ കേരളം ഭരിക്കുന്നവരെ ഇരുത്തിയിട്ട് മറ്റേതെങ്കിലും നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കും. എന്റെ അറിവിൽ ഏതായാലും ഇല്ല. ഇവിടെ പ്രതിപക്ഷമായിട്ടുള്ള ഇടതുപക്ഷത്തിനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതായത് മേയറുടെ സീറ്റിലേക്ക് മേയർ പോയതിന് പോലും, മേയറുടെ ഓഫീസിലേക്ക് കയറിയതിന് പോലും മേയറെ 1-ാം പ്രതിയായിട്ട് കേസെടുത്തിട്ടുണ്ട്. സുഗതന്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ച് ആകാശത്തേക്ക് വെടിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിനെ ചെന്നിത്തല ന്യായീകരിച്ചിട്ടുണ്ട്. ഞാൻ അതും ഇവിടെ ഒന്ന് കൊടുക്കാം. 10 വർഷം ഗുണ്ടകളുടെ പർദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവർക്ക് നിർദാക്ഷിണ്യം പോലീസിന്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പർദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. ആകാശത്തെ വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുകയാണെന്ന്. ഒരു കൗൺസിലറുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും പിണറായി വിജയൻ ഇവിടെ ഭരിച്ച 10 വർഷവും ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടും ആകാശത്തേക്ക് പോലീസ് വെടിവെച്ചിട്ടില്ല.
ഒരു കാപ്പാ പ്രതി എന്നൊക്കെ പറയുന്നത് UDF-ഉം അന്ന് ഭരിച്ചവരും കൂടി കൊടുത്തിട്ടുള്ളതാണല്ലോ ഈ കാപ്പാ പ്രതിയാക്കലൊക്കെ. ഏതായാലും ഈ ഒരു കേസിന് ആകാശത്തേക്ക് വെടിവെച്ചതിന്, അതായത് ജനാധിപത്യത്തെ രമേശ് ചെന്നിത്തല കശാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് ഗുണ്ടകളുടെ നാടല്ല എന്നൊക്കെ പറയുമ്പോ ഇതേ ചെന്നിത്തലയെ വേദിയിലിരുത്തിയിട്ട് അതിനൊരു 1.5 മറുപടി VV രാജേശൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോ ഗുണ്ടകളെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ്, കേരളത്തിന് കാട്ടി തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. മട്ടാഞ്ചേരി ഹാരിസ്, തോക്കുകേസ് പ്രതി റിയാസ്, പുലി നസീർ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി ബിലാൽ തുടങ്ങി ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ആഭ്യന്തര വകുപ്പും എക്സൈസും നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പരിപാടികൾക്ക് പിന്തുണ എന്ന പേരിലാണ് കൊച്ചിയിൽ കൂട്ടായ്മ നടന്നത്. സംസ്ഥാന സർക്കാർ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ യോഗത്തിൽ സുധാകരൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടില്ലേ? അതായത് സുധാകരൻ ഗുണ്ടകളുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുക. എന്തിന്? തൂഫാന്റെ ഭാഗമാവാൻ. അപ്പൊ രമേശ് ചെന്നിത്തല സുധാകരനോട് പറഞ്ഞിട്ട് സുധാകരന് ഗുണ്ടകളുടെ പിന്തുണ വാങ്ങിയതാണോ? മുൻ KPCC പ്രസിഡന്റ് ആണല്ലോ ഏതായാലും ഈ മീറ്റിംഗ് ഒക്കെ വിളിച്ചത്. അപ്പൊ ഗുണ്ടകളെ ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതൊക്കെ കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഒരു മുൻ KPCC പ്രസിഡന്റ്, ഇന്ന് കോൺഗ്രസിന്റെ MP കൂടിയാ, അദ്ദേഹമാണ് സകല ഗുണ്ടകളെയും വിളിച്ചിട്ട് തൂഫാന് വേണ്ടിയിട്ട്, രമേശ് ചെന്നിത്തല നടത്തുന്ന തൂഫാന് വേണ്ടിയിട്ട് മീറ്റിംഗ് നടത്തിയത്. ആ ചെന്നിത്തല BJP ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് ആകാശത്തേക്ക് വെടിവെപ്പിച്ചതൊക്കെ അത് രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നുള്ളതൊക്കെ സകല മലയാളികൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഗൗരവം ചില ആളുകൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. കേരളം BJP ആയിരുന്നു ഭരിക്കുന്നത് എങ്കിൽ കോൺഗ്രസിന്റെ ഒരു കൗൺസിലറുടെ വീട്ടിലേക്ക് കേരളം ഭരിക്കുന്ന BJP പോലീസുകാരെ അങ്ങ് പറഞ്ഞയച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടില് ആകാശത്തേക്കൊക്കെ വെടിവെച്ചാൽ, പേരിനൊരു കാപ്പ പ്രതിയോ അങ്ങ് ആക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നോ എന്ന് ഇവിടെ ആളുകളെ വിളിച്ചു പറയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കോൺഗ്രസ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഒരു ജനപ്രതിനിധി ഇപ്പോ ജയിലിലാ, സുഗതൻ ഇപ്പോ ജയിലിലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയണം. ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയപ്പിച്ച് ആകാശത്തേക്ക് വെടിവെപ്പിച്ച് അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നില് ആ വെടിവെച്ച പോലീസിന് അഭിനന്ദനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയിട്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിന് നല്ല ചൂട്ട മറുപടി തിരുവനന്തപുരം മേയർ VV രാജേഷ് കൊടുത്തതിന് വിവേകമുള്ള സകല മലയാളികളും കൈയടിക്കുക.